ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് കാറ്റഗറി 1 മലയാളവുമായി ബന്ധപ്പെട്ട PYQs നോക്കാം. ആദ്യത്തെ ചോദ്യം, വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം ഏതാണ്? മഴപ്പതിപ്പ് പ്രദർശനം, കഥ പറയൽ, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം, കവിതാലാപനം. ഇവിടെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രവർത്തനം ഓപ്ഷൻ സി ആണ്, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം. ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജാതിവർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പറയുന്ന പേര്? പണിപ്പാട്ടുകൾ, സാമുദായിക പാട്ടുകൾ, വിനോദ പാട്ടുകൾ, ആഡംബര പാട്ടുകൾ. ഓപ്ഷൻ ബി ആണ്, സാമുദായിക പാട്ടുകളാണ് ജാതിവർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആചാരാനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടകപദങ്ങൾ ഏതെല്ലാമാണ്? ഘടകപദങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പദത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ഘടകപദങ്ങൾ എന്ന് പറയുന്നത്. രാമനും ലക്ഷ്മണനും എന്നത് അതിനൊരു ഉദാഹരണമാണ്. ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നതാണ് കറക്റ്റ് ആൻസർ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓപ്ഷൻ എ ആണ് ആൻസർ. ബി ആചാരത്തോടുള്ള അനുഷ്ഠാനം, സി ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങൾ, ഡി ആചാരങ്ങളുടെ അനുഷ്ഠാനം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രണ്ട് പദങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഘടക പദങ്ങൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന വാക്യത്തിൽ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത്? വഴി തടയുക, ഗത്യന്തരമില്ലാതാവുക, വടി കൊണ്ടടിക്കുക, വീമ്പ് കാട്ടുക. ഓപ്ഷൻ ബി ഗത്യന്തരമില്ലാതാവുക എന്നതാണ് ആൻസർ. അളമുട്ടിയാൽ ഗത്യന്തരമില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വഴിയും ഇല്ലാതാകുമ്പോൾ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്തു പോകും. നമ്മൾ ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യം പോലും ചെയ്തു പോകും. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതു മലയാളമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി എഴുത്തച്ഛനാണ്. ഓപ്ഷൻ എ എഴുത്തച്ഛൻ. കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, ഇരയിമ്മൻ തമ്പി. ആൻസർ ഓപ്ഷൻ എ എഴുത്തച്ഛൻ. പുതുമലയാളമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ്? തിമിലയാണ്. ചെണ്ട, ശുദ്ധമന്ദളം, ചേങ്ങില എന്നിവയൊക്കെ കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി തിമിലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്വാദന കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഏത്? ചർച്ചയിലെ പങ്കാളിത്തം, ഉച്ചാരണ ശുദ്ധി, അക്ഷരവടിവ്, സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. ആസ്വാദന കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഓപ്ഷൻ ഡി ആണ്, സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായും വീക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ജ്ഞാന നിർമ്മിതിവാദമാണ് അല്ലെ. പഠനത്തെ ഒരു സജീവമായ പ്രക്രിയയായിട്ടും അറിവിന്റെ നിർമ്മാണമായിട്ടുമാണ് മനഃശാസ്ത്ര സിദ്ധാന്തം പറയുന്നത്. ഏത് മനഃശാസ്ത്ര സിദ്ധാന്തം? ജ്ഞാന നിർമ്മിതിവാദം. വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തമൊക്കെ ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ ആയിട്ട് നിങ്ങൾ അതൊന്നും പോയി കൽപ്പിക്കരുത്. പഠനത്തെ സജീവ പ്രക്രിയയായിട്ട് അല്ലെങ്കിൽ അറിവിന്റെ നിർമ്മാണമായിട്ട് വീക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ജ്ഞാന നിർമ്മിതിവാദമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഉത്തരം അരിസ്റ്റോട്ടിലാണ്. അപ്പോ ഈ ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സെന്റൻസ് നിങ്ങൾ ഓർത്തു വെക്കണം. വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ അരിസ്റ്റോട്ടിൽ. അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? അരിസ്റ്റോട്ടിന്റെ കഥാസിസ് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. വികാര വിരേചനം, ദുഃഖം, ഭയം തുടങ്ങിയ വികാരങ്ങളൊക്കെ കഥാസ്വാദനത്തിലൂടെ പുറത്തുവിടുകയും അതുവഴി മനസ്സിന് വിമലീകരണം സംഭവിക്കുന്നു, ശുദ്ധീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ടതാണ് വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന വാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോഗ്യനെന്ന് നടിക്കുക എന്ന ആശയം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശൈലി? യോഗ്യനെന്ന് നടിക്കുക, അപ്പൊ അഭിനയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഭിനയിക്കുകയാണ്. യോഗ്യനാണെന്ന് നടിക്കുക, നല്ലവനാണ് എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്.
നല്ല പിള്ള ചമയുക, നാക്കിന് നീളമേറുക എന്ന് പറഞ്ഞ ആവശ്യമില്ലാതെ ഏറി സംസാരിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം എവിടെ എന്താണെന്ന് നോക്കാതെ സംസാരിക്കുന്നതാ. നാരദക്രിയ എന്ന് പറഞ്ഞ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അല്ലെ? അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതമാണ് നാരദനുള്ളത്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറഞ്ഞ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്താണ് നാരദക്രിയ. നിഷ്കണ്ടകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിഷ്കണ്ടകൻ തടസ്സങ്ങളില്ലാത്തത്, മുള്ളുകളില്ലാത്തത് എന്ന അർത്ഥമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ചങ്ങമ്പുഴയുടെ വരികളാണ്, അദ്ദേഹത്തിന്റെ കവിതയിലെ വരികളാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമഗ്ര ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ഘടകങ്ങളിലേക്ക് എന്ന സമീപനത്തിന് ഉദാഹരണം. അക്ഷരം വാക്ക് വാക്യം, വാക്ക് അക്ഷരം വാക്യം, അക്ഷരം വാക്യം വാക്ക്, വാക്യം വാക്ക് അക്ഷരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാക്ക് വാക്യം വാക്യം വാക്ക് അക്ഷരം. സോറി, ഓപ്ഷൻ ഡി കേട്ടോ, ഓപ്ഷൻ ഡി. സമഗ്ര ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ഘടകങ്ങളിലേക്ക് വാക്യം വാക്ക് അക്ഷരം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ആൻസർ പോകുന്നത്. എങ്ങനെയാണ്? വാക്യം സമഗ്രമായ ഘടകമാണ്, വാക്ക് അതിലെ ചെറിയ ഘടകം, അക്ഷരം അതിലും ചെറിയ ഘടകം. അപ്പൊ സമഗ്ര ഘടകത്തിൽ നിന്ന് ലളിതമായ ഘടകത്തിലേക്ക് എന്ന ഉദാഹരണം ചേരുന്നത് ഓപ്ഷൻ ഡി ആണ്. വാക്യം വാക്ക് അക്ഷരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആശയ സ്വീകരണത്തിന്റെ കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ശ്രവണമാണ്, അല്ലെ? ആശയം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ശ്രവണമാണ്. ആൻസർ ഓപ്ഷൻ സി. ഇമ്പോസ്ഡ് മാപ്പിന്റെ സഹായം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോസ്ഡ് മാപ്പിന്റെ സഹായം പഠനത്തിന് ആവശ്യമായി വരുന്നത് കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ബ്രെയിലി ലിപി കാഴ്ചാ പരിമിതിയുമായി ബന്ധപ്പെട്ടതാണ് ബ്രെയിലി ലിപി. ഓക്കെ, അപ്പൊ ഇമ്പോസ്ഡ് മാപ്പിന്റെ സഹായം കാഴ്ചാ പരിമിതിയുള്ള കുട്ടികൾക്കാണ് ആവശ്യമായി വരുന്നത്. അതുപോലെ ബ്രെയിലി ലിപിയും ആ കുട്ടികൾക്ക് തന്നെയാണ്. ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സർഗാത്മകമായ മാർഗം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ്, ഗ്രാഫ് വായന, കേട്ടെഴുത്തൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ്. മനോഭൂപടം നിർമ്മാണം എന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോ തെറ്റുകൾ തിരുത്താൻ സർഗാത്മകമായിട്ടൊരു മാർഗം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് എഡിറ്റിംഗ് ആണ് ഭാഷാ പഠനത്തിൽ. ഓക്കെ, പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേര് ദ്വിത്വസന്ധി എന്നാണ്. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നത് എന്താണ്? ദ്വിത്വസന്ധിയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി. ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധിയാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ്വിത്വസന്ധി. ലോപസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ലോപിച്ചു പോകുക എന്നതാണ്. ഒരു വർണ്ണം നഷ്ടമാകുന്നതാണ് ലോപസന്ധി. ആദേശസന്ധി ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരും. ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആദേശസന്ധി. ആഗമസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അധികമായ ഒരു വർണ്ണം വരുന്നു, കടന്നു വരുന്നു. ഓക്കെ, അപ്പോ ആൻസർ ഇവിടെ 16ാമത്തെ ആൻസർ ദ്വിത്വസന്ധി, ഓപ്ഷൻ ബി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത് അല്ല. ഏതിനു മീതെയാണ് പണം? നിസാരന്മാർ ബഹളം വയ്ക്കും, കുലശ്രേഷ്ഠതയെ അവഗണിക്കും. ആൻസർ ഓപ്ഷൻ ബി, ഏതിനു മീതെയാണ് പണം. ഇവിടെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത് എന്നുള്ളത് ഫാക്റ്റ് ആണ്, അല്ലെ? ഇവിടെ പഴഞ്ചൊല്ലുമായ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏതിനു മീതെയാണ് പണം? പണത്തിനു മീതെ പരുന്തും പറക്കില്ല. അപ്പോ ഏതിനു മീതെയാണ് പണം എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി ഏത്? ആട്, ആന. അവ രണ്ടും ഒരേ അർത്ഥമല്ല. അമ്പരം, ആഡംബരം രണ്ടും രണ്ടർത്ഥമാണ്. മുകിൽ, മേഘം അതാണ് ഒരേ അർത്ഥം തരുന്ന വാക്കുകൾ. മുകിലും മേഘവും ഒരേ അർത്ഥമാണ്. ഗുരു, ശിഷ്യൻ രണ്ടർത്ഥമാണ് വരുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി ഓപ്ഷൻ സി ആണ്, മുകിൽ, മേഘം. ആട്, ആന തെറ്റ്, അമ്പരം, ആഡംബരം തെറ്റ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഗുരു, ശിഷ്യൻ രണ്ട് വാക്കാണ്, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഗുരു, ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സി, മുകിൽ, മേഘമാണ് ഒരേ ജോഡി, ഒരേ അർത്ഥം വരുന്ന ജോഡി എന്ന് പറയുന്നത്. പൂജക ബഹുവചനം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പൂജക ബഹുവചനം സൂചിപ്പിക്കുന്ന പദം വൈദ്യർ, അധ്യാപകർ, ദേവന്മാർ, അമ്മമാർ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വൈദ്യരാണ്. വൈദ്യർ.
പൂജക ബഹുവചനമായി സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, വൈദ്യരാണ്. ഓക്കെ, വൈദ്യരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി ഏതാണെന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി: രാമായണം, കിളിപ്പാട്ട്, കൃഷ്ണഗാഥ, രാമചരിതം, ഉമാകേരളം. ആൻസർ കൃഷ്ണഗാഥയാണ്. മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ടത് കൃഷ്ണഗാഥയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ടത് കൃഷ്ണഗാഥയാണ്. ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ മഞ്ചരി വൃത്തത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട വൃത്തങ്ങളിൽ ഒന്നാണ് മഞ്ചരി. രാമായണം, കിളിപ്പാട്ട് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കൃതിയാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. രാമചരിതം മലയാളത്തിലെ ആദ്യകാല പ്രധാന കാവ്യകൃതികളിലൊന്ന്. ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കൃതിയാണ്. ഇവിടെ മഞ്ചേരി വൃത്തം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് മഞ്ചേരി വൃത്തവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് PYQs ആയിരുന്നു. ഏതിലെയാണ്? മലയാളം. കേറ്ററ്റ് 1 മലയാളമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്